ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫ്രൈഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്രിപ്പറേഷൻസ് ആണ്. നൂൽപുട്ടും കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇന്ന് പെട്ടെന്ന് തന്നെ ലഞ്ചിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ച് ബിരിയാണിയാണ്. ഞാനിവിടെ മസ്കറ്റിൽ വന്നതിന് ശേഷം എല്ലാ ഫ്രൈഡേ ഓൾമോസ്റ്റ് ബിരിയാണി ആയിരിക്കും കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മലബാർ ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ബിരിയാണി എന്ന് പറയുന്നത് എനിക്ക് ഈ ഉള്ളി അരിയിലാണ് കേട്ടോ. അപ്പൊ എന്നെ പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ എനിക്ക് മന്തി ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. തിന്നായിട്ട് ഉള്ളി അരിഞ്ഞെടുക്കേണ്ട ഡിഫിക്കൽട്ട് കാരണം ഞാനിപ്പോ ഈ സ്ലൈസറാണ് ഉപയോഗിക്കാറ്. അപ്പൊ ഇതിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി നല്ല തിന്നായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പ് ഇട്ട് ഞാൻ ചെറിയ ഫ്ലെയിമിൽ സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ഞാൻ ഇതാ ചിക്കൻ ഇവിടെ മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി നന്നായി സോട്ടായി വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും തക്കാളിയും ഇട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി മാഗ്നേഷൻ ചെയ്തെടുത്ത ചിക്കന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്കുള്ള സ്പൈസസ് പൗഡേഴ്സും മിന്റ് കൊറിയാൻഡർ ലീവ്സ് ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ ചിക്കൻ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി മസാലയിൽ ഇട്ടെടുത്ത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള റൈസ് പെട്ടെന്ന് തന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ കുറച്ച് റിഫൈൻഡ് ഓയിലും നെയ്യും ചേർത്ത് ചൂടായി വരുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകി മാറ്റി വെച്ച റൈസും ചേർത്ത് ഇളക്കി ലോ ഫ്ലെയിമിൽ 2 വിസിലിട്ട് എടുക്കുക. അപ്പൊ ബിരിയാണി ഇതവിടെ ദം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പരിപാടി ക്ലീനിങ് ആണല്ലോ. കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ച് പാത്രം കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ കിച്ചന്റെ ഫ്ലോറും കൂടി അടിച്ചു വരി ക്ലീൻ ആക്കി. അപ്പത്തേക്ക് ഇക്ക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ വിളമ്പി സെറ്റ് ആക്കി. ഇക്ക വരുമ്പോൾ ഒരു ജ്യൂസും കൊണ്ടാണ് വന്നത്. അപ്പൊ അതും കുടിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച്. അപ്പൊ ഇന്നത്തെ എന്റെ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വാച്ച് ചെയ്യണേ. ഓക്കെ, ബൈ, അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ.